അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സൂറത്ത് നജ്മിലെ അടുത്ത ഭാഗം വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലിയജ്സിയല്ലദീന അഹ്സാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. വലില്ലാഹി മാഫിസ് സമാവാതി മാഫിൽ അർദ്. ഇതും മക്കാ ജീവിതത്തിൽ ഇത് ജബ്ബാർ പറയുന്ന ആവർത്തന വിരസത എന്ന് ജബ്ബാർ പറയുന്ന വാക്യങ്ങളിൽപ്പെട്ടാണിത്. മക്കയിൽ യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്തിട്ടുള്ളത് 3 സംഗതികൾ ഊന്നി ഉറപ്പിക്കുമായിരുന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വമാണ്, തൗഹീദ്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ സംഗതി ഇവരെ കേൾപ്പിക്കുന്നത് എന്തിനാണ്? ഒരു സംഗതി പലവര് പറയുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വരിക. അതുകൊണ്ട് ഇത് അവരോട് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എത്രത്തോളം അവർ ശിർക്കിലും കുഫറിലും ആണ്ടുപൂണ്ട് കിടക്കുന്നുവോ അത്രത്തോളം അവരോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഇത്തരം സംഗതികൾ ആവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടേതാണ്? ആരാണതിൻ്റെയൊക്കെ ഉടമ? ആരാണത് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇവിടെ മൗലികമായിട്ട് മനുഷ്യൻ്റെ ആദർശത്തെയാണ്, അവൻ മനുഷ്യൻ സ്വീകരിക്കേണ്ട ആദർശം എന്തായിരിക്കണമെന്നാണ് ഖുർആൻ അവരെ പഠിപ്പിക്കുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സൃഷ്ടാവ്, അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ സംരക്ഷകൻ, അതിൻ്റെ മൊത്തം ഉടമ എല്ലാം അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റേതാണ്. ഇതിൽ വേറൊരാർക്കും യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആകാശഭൂമികൾ ആരുടേതാണോ സ്വാഭാവികമായിട്ടും ആകാശഭൂമികളിൽപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗമുള്ള മനുഷ്യനും അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. മനുഷ്യൻ്റെ ജനിമൃതികൾ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ അള്ളാഹുവിനെയാണ് അംഗീകരിക്കേണ്ടത് എന്നവനെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. വളരെ മൗലികമായിട്ടുള്ള ഈ അടിസ്ഥാന തത്വത്തെയാണ് ജബ്ബാർ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കുന്നത്. കാരണം ജബ്ബാറിന് ഇതിലൊന്നും ഉണ്ടാവില്ല. കാരണം ജബ്ബാറിന് വസ്തുതകൾ എന്താണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ജബ്ബാറിന് ബോധ്യമാവില്ലാന്നുള്ളതാണ്. അല്ലെങ്കിൽ ബോധ്യമായാലും അത് അയാൾ അംഗീകരിക്കാൻ തയ്യാറാവില്ല. ബോധ്യമാവാത്തതല്ല കാരണം, അയാളത് അംഗീകരിക്കാൻ അയാളുടെ ദുശാഠ്യം അയാൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്? അത് അള്ളാഹുവിൻ്റേതാണ് എല്ലാം എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത്? ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു. തിന്മ ചെയ്ത ആളുകൾക്ക് അവർ ചെയ്ത തിന്മയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം നൽകുക എന്നതാണ് തുടർന്ന് സംഭവിക്കാൻ പോണത്. അതുപോലെ വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. നന്മ ചെയ്തിട്ടുള്ളവർക്ക് നല്ല പ്രതിഫലം നൽകുക എന്നുള്ളതുമാണ് ഇതിനെ തുടർന്ന് സംഭവിക്കാൻ പോണതെന്നാണ്. അപ്പോൾ അള്ളാഹു ഈ സംഗതി പറയുന്നത് നിങ്ങളെ അറിയിക്കണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ജീവിതം ഇവിടം വച്ച് ഒടുങ്ങുന്നതല്ല, പരലോക ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ പരലോക ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷാശിക്ഷകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ തത്വം അംഗീകരിച്ചെങ്കിലേ സാധ്യമാവുള്ളൂ. ഈ അടിസ്ഥാന തത്വം അംഗീകരിച്ച് തദടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പരലോകം രക്ഷിച്ചെടുക്കാൻ കഴിയുക. അവിടെ നിങ്ങൾ ഈ ലോകത്ത് മോശമായിട്ടുള്ള ഷിർക്കിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോണത് മോശം പ്രതിഫലമായിരിക്കും. അത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നരകമാണ്. അതേ അവസരം നിങ്ങൾ ഈ തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് തങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് എന്ന വസ്തുത അംഗീകരിച്ച് അതിനനുസരിച്ചുള്ള സുഹൃതങ്ങളാണ് നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോണത് നല്ല പ്രതിഫലവുമാണ്. അതായത് സ്വർഗവും സ്വർഗീയമായിട്ടുള്ള സുഖസൗകര്യങ്ങളുമാണ്. ഇതിൽ ഏത് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടതാണ് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇതും ജബ്ബാറിന് ബോധ്യമായിട്ടില്ല. ഇതിലും യാതൊരു അർത്ഥമില്ല എന്നാണ് ജബ്ബാർ പറഞ്ഞത്. കാരണം അർത്ഥം ഉണ്ടാവില്ല. ജബ്ബാർ എന്ന് പറയുന്നത് യുക്തിവാദിയാണ്.
അയാൾ യുക്തിബോധത്തോടു കൂടി പിന്നെ സംഗതികൾ അംഗീകരിക്കാൻ കൂട്ടാക്കൂല. അതുകൊണ്ട് അയാൾക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ സുമനസ്സുകളായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മഹത്തായിട്ടുള്ളൊരു തത്വമാണെന്നും ലോകത്ത് നിലനിന്ന് വരുന്ന ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉള്ള യാഥാർത്ഥ്യം എന്താണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ആ ദൈവവിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വിശ്വാസം എന്ന കേവലം ദൈവവിശ്വാസം എന്നതല്ല വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്ന സംഗതി, മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സംഗതി അള്ളാഹുവിൻ്റെ ഏകത്വവും ആ ഏകത്വത്തിനനുസൃതമായിട്ട് മനുഷ്യൻ കൈക്കൊള്ളേണ്ട ധാർമ്മിക ജീവിതവുമാണ്. അത് അംഗീകരിക്കാൻ തയ്യാറാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്ത് അത് ഗുണകരമാണ്, പരലോകത്ത് അവരുടെ ശാശ്വതമായിട്ടുള്ള ജീവിതം രക്ഷിച്ചെടുക്കാനും അവർക്ക് കഴിയും എന്ന സംഗതിയാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് തുടർന്ന് പറഞ്ഞത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പരിശുദ്ധനാവുക, എല്ലാ നിലക്കും ഒരു തെറ്റും സംഭവിക്കാതെ പരിശുദ്ധി ആർജിക്കാനുള്ളത് മനുഷ്യന് സാധ്യമാവുമോ? അത് സാധ്യമാവില്ല. കാരണം മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തെറ്റും ശരിയും രണ്ടും ചെയ്യാൻ പാകത്തിലുള്ള പ്രകൃതമാണ് മനുഷ്യൻ്റേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനിൽ നിന്ന് ശരികൾ സംഭവിക്കുന്നത് പോലെ ചിലപ്പോഴെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകളിൽ വലിയ വലിയ പാപങ്ങളുണ്ടാവും, അതുപോലെ ചെറിയ തെറ്റുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ മനുഷ്യനെ ശിക്ഷിക്കുക എന്നത് സംഗതമാകുമോ? അത് മനുഷ്യനോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നാണ് അള്ളാഹു തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള സംഗതി എന്താണ്? അവനോട് ചില സംഗതികൾ വലിയ വലിയ തെറ്റുകളാണ് എന്നവനെ ബോധ്യപ്പെടുത്തുകയും അതിൽ നിന്നൊക്കെ നീ മാറി നിൽക്കണം. എന്നാൽ നിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യൻ എന്ന നിലക്ക് നീ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഏത് നിലക്കെങ്കിലും ആകട്ടെ ചെറിയ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ ചെറിയ തെറ്റുകൾ നിനക്ക് ഞാൻ പുറത്തു തരാം. ഇത് അള്ളാഹു മനുഷ്യനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനാണ്. ഇൻ തജിത്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളോട് നിരോധിച്ചിട്ടുള്ള വലിയ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന സയ്യിആത്ത് ചെറിയ തെറ്റുകൾ നിങ്ങൾക്ക് നാം മാപ്പ് ചെയ്തു തരാം എന്ന് അള്ളാഹു ചെയ്ത വാഗ്ദാനം. അപ്പോൾ ഈ വാഗ്ദാനം മറ്റൊരു രീതിയിൽ ഞാനിപ്പോൾ ഓതിയിട്ടുള്ള സൂറത്ത് നിസായിലെ ഈ ആയത്ത് മദീന ജീവിതത്തിലാണ് അവതരിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് മക്കയിൽ അവതരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സൂറത്ത് നജ്മിലുള്ളത്. അതെന്താണ്? നന്മ ചെയ്യുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി തീർത്തും മലക്കുകളെ പോലെ പരിശുദ്ധരാകുക എന്നുള്ളതല്ല. കാരണം മലക്കുകളെ പോലെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ളത് മനുഷ്യന് അസാധ്യമായിട്ടുള്ള സംഗതിയാണ്. മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വലിയ തെറ്റുകൾ മഹാപാപങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് മനുഷ്യൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടതാണ്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ അതാ ഇല്ലം എന്നാൽ ചെറിയ ചെറിയ തെറ്റുകൾ മനുഷ്യനിൽ നിന്ന് സംഭവിക്കാം, അത് ഇവിടെ പ്രശ്നമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. ഇവിടെ മനുഷ്യന് യഥാർത്ഥത്തിൽ അള്ളാഹു പ്രചോദനം നൽകുക ചെയ്യുന്നത്. നീ തെറ്റുകൾ ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ നിരാശപ്പെട്ടുകൊണ്ട് പിൻവാങ്ങേണ്ടവനല്ല, ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നിരാശപ്പെട്ടുകൊണ്ട് പിന്മാറേണ്ടവനല്ല, കൂടുതൽ അതിൻ്റെ പേരിൽ തെറ്റുകളിൽ മുഴുകേണ്ടവനല്ല എന്നൊക്കെ ഇതിനർത്ഥം എൻ്റെ ആശയമായിട്ട് വരും. അപ്പോൾ അള്ളാഹു നിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ തെറ്റുകളാണെങ്കിൽ പോലും ഇവിടെ അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലല്ലമം എന്ന് പറയുന്നത് സുഹൃതം ചെയ്യുന്നവർ ആരാണ് എന്നതാണ് അവിടെ ഖുർആൻ പറഞ്ഞത്. എന്നാൽ മറ്റൊരു കാര്യം ഇവിടെ ഖുർആൻ പറഞ്ഞത് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ എന്നാണ്. നിൻ്റെ നാഥൻ വിശാലമായിട്ടുള്ള മഗ്ഫിറത്ത്, പാപം പൊറുക്കുക എന്നുള്ള ഗുണം ഉൾക്കൊള്ളുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ചെറിയ തെറ്റുകൾ വലിയ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ പൊറുക്കുമെങ്കിൽ നിങ്ങൾ വലിയ തെറ്റുകൾ ചെയ്താൽ പോലും നിങ്ങൾ പശ്ചാത്തപിച്ചാൽ അത് പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. ഈ ഒരു ആശയത്തിലേക്കാണ് ഇവിടെ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും
ഈ ജീവിതത്തിൽ പ്രതീക്ഷകൾ പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾ വേണ്ടത്. തെറ്റുകൾ ചെയ്തു പോയതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് പിൻവാങ്ങുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകാൻ ഇവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇന്ന റബ്ബക്ക വാസിയുൽ മഗ്ഫിറ എന്ന് പറയുമ്പോൾ ചെയ്യണത്. കാരണം മനുഷ്യന് അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം ആവശ്യമാണ്. അല്ലാതിരുന്നാൽ സംഭവിക്കൽ എന്താണ്? മനുഷ്യൻ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കരുതിയാൽ രണ്ട് മാർഗ്ഗമാണ് പിന്നെ മനുഷ്യൻ്റെ മുമ്പിലുണ്ടാവുക. ഒന്ന്, അവൻ നിരന്തരം തെറ്റുകൾ ചെയ്യും. ആ തെറ്റുകൾ പലപ്പോഴും വലിയ വലിയ പാതകങ്ങളായിരിക്കാം. അവനും അവൻ്റെ സഹോദരന്മാരായിട്ടുള്ള മറ്റ് മനുഷ്യർക്ക് മാത്രമല്ല, അവൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മറ്റ് ജീവികൾക്കും ഈ ലോകത്തിന് തന്നെയും ദ്രോഹകരമായിട്ടുള്ള തെറ്റുകളിൽ മുഴുകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതായിരിക്കും പിന്നെ സംഭവിക്കുക. ഈ രണ്ടാലൊന്നാണ് പിന്നെ മനുഷ്യൻ്റെ മുമ്പിലുണ്ടാവുക. കാരണം നിരാശ ബാധിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ വല്ലാണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അതിൽ നിന്ന് അവനെ തട്ടി ഉണർത്തി അവന് രക്ഷയുടെ മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഇന്ന റബ്ബക്ക വാസിയുൽ മഗ്ഫിറ. തെറ്റ് സംഭവിച്ചു എന്നതുകൊണ്ട് നീ നിരാശപ്പെടേണ്ടതില്ല. നീ നിൻ്റെ റബ്ബിനോട് മാപ്പപേക്ഷിച്ചാൽ നിൻ്റെ വലിയ പാപങ്ങൾ പോലും പുറത്തു തരാൻ അള്ളാഹു സന്നദ്ധനാണ് എന്ന ഒരു സുവിശേഷമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർളി. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചപ്പോൾ, ഉണ്ടാക്കിയപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ജീവിത രീതി, എങ്ങനെ ആയിരിക്കുന്നു എന്നൊക്കെ അള്ളാഹുവിനറിയാം. അതായത് ഖുർആനിൻ്റെ ഭാഷ്യം അനുസരിച്ച്, ഖുർആൻ്റെന്ന് മാത്രമല്ല ബൈബിൾ പോലും പറയുന്നതനുസരിച്ച് മനുഷ്യനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആദ്യത്തെ മനുഷ്യനെ. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും അള്ളാഹുവിന് മനുഷ്യനെ പൂർണ്ണമായിട്ട് അറിയാം. അതുപോലെ തന്നെ വൈദാന്തും അജിന്നത്തും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിങ്ങൾ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോഴും നിങ്ങൾ ഭാവിയിൽ എന്താകും, എങ്ങോട്ട് പോകും, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാവുക തുടങ്ങിയാൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പൂർണ്ണമായിട്ട് നിങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു എന്നതുകൊണ്ട് നിങ്ങളിൽ നിന്ന്, ഇവിടെ ഖുർആൻ ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തെറ്റുകളിൽ നിന്ന് മുക്തരായി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ മനുഷ്യർ എന്നുള്ളവർക്ക് അത് അള്ളാഹുവിനറിയാം. അപ്പം തെറ്റുകൾ സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് ആ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. ഈ പശ്ചാത്താപത്തിൻ്റെ മാർഗ്ഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൂടെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശിർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുഫറിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നുണ്ട്, മലക്കുകളെ സംബന്ധിച്ച് ഇങ്ങനെ പിന്നെ ഊഹാധിഷ്ഠിതമായിട്ട് ചിലതൊക്കെ പറയുന്നതൊക്കെ ശരി, ഇതൊക്കെ തെറ്റാണ്. പക്ഷേ ഈ തെറ്റുകളിൽ നിങ്ങൾ തുടർന്ന് ശാഠ്യബുദ്ധിയോട് കൂടി മുമ്പോട്ട് പോവല്ല വേണ്ടത്. നിങ്ങൾ അതിൽ നിന്ന് മുക്തരായി പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ? എങ്കിൽ അള്ളാഹു ഇതൊക്കെ പുറത്തിരാൻ തയ്യാറാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഫലാ തുസക്കു അൻഫുസക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്വയം വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ലവരാണ് എന്നാരും അവനെ പറ്റി പറയാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയും അവൻ്റെ പാപമംഗലമായിട്ടുള്ള ജീവിതവും ഒക്കെ യഥാർത്ഥത്തിൽ അറിയുന്നത് അള്ളാഹുവിനാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത, അള്ളാഹുവിനോടുള്ള ബന്ധം, ഇതൊന്നും ബാഹ്യമായിട്ട് ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്ന സംഗതിയല്ല. അപ്പോൾ സ്വയം ഞാൻ നല്ലവനാണെന്ന് പറയാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ സംബന്ധിച്ചും അവർ നല്ലവരാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. ഇവിടെയാണ് ജൂതന്മാർ അവരെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ സത്യസന്ധരാണ്, സിദ്ദീഖുകളാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് ഉയർന്ന സ്ഥാനം കിട്ടുന്ന ആളുകളാണെന്ന് പറഞ്ഞിരുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിലും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി എന്താണ്? അത് അവൻ സ്വയം പൊക്കി പറയാൻ പാടില്ല, വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പാടില്ല. വിനയത്തോടു കൂടി ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നിങ്ങൾ പറയരുത് എന്നുള്ള ഒരു ഉപദേശമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഹുവ അഅലമു ബിമനിത്തഖ. ആരാണ് കൂടുതൽ തഖ്വയുള്ളവൻ, സൂക്ഷ്മ ജീവിതം പുലർത്തിയതെന്ന് പൂർണ്ണമായിട്ട് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യനെ തെര്യപ്പെടുത്തുന്നത്. ഇതിലാണ് ജബ്ബാർ വരുന്നത്. ഇതിലൊന്നും യാതൊരു ആശയവുമില്ല, മനുഷ്യന് പഠിക്കാൻ പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ അപഹസിച്ചുകൊണ്ട് തള്ളണത്. ഇതാണ് ജബ്ബാർ എന്ന് പറഞ്ഞ സാധനം.